കാരണം പേഴ്സണലി എനിക്ക് അവരായിട്ടൊന്നും അറിയില്ല. അത് അയക്കാളെ സീൻ അവർ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ, എല്ലാ സാഹചര്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത്. മലയാള സിനിമ വേണ്ടതിന് ഉപയോഗിക്കാത്തൊരു നടനാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം കൂടുതലായിട്ട് കണ്ടില്ല അഭിനയം തന്നെ നമുക്ക് അറിയാം. പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണും. ഇപ്പോൾ വീണ്ടും വീണ്ടും ചർച്ചകൾ കാണാം, അല്ലെങ്കിൽ മീമായിട്ട് അദ്ദേഹത്തിന്റെ കോമഡികൾ വീണ്ടും കാണാം. അതാണ് ഉപയോഗിക്കാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ടോ? എന്താണെന്ന് വെച്ചാല് ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്. കാരണം നവാസ്കാരെ ഞാൻ മനസ്സിലാക്കി, കുറച്ച് നാളുകൊണ്ട് മനസ്സിലാക്കിയ കാര്യം, നവാസ്ക ഒരാളോട് ഒരു അവസരം ചോദിക്കുന്ന ആളല്ല, പുള്ളിയൊരു അഭിമാനിയാണ്. എനിക്കൊരു കാരണം പുള്ളിയുടെ സഹപ്രവർത്തകർ ഒരു സിനിമ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു വേഷം എനിക്ക് നാട്ടിയിരുന്നോ അങ്ങനെ ചോദിക്കുന്ന ആളല്ല. എന്നെ കണ്ടറിഞ്ഞ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ, ചെയ്തിരുന്നെങ്കിൽ 50ഓളം സിനിമകളാണ് ഞാൻ ആൾക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ശക്തമായ ഒരു ക്യാരക്ടറോളം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. കാരണം ഒന്ന് തുടങ്ങാൻ ഈ സിനിമയിലാണ് ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടറുകളിലേക്ക് നവാസ്ക വന്നത്. ഇനി ചിലപ്പോൾ ഒരുപാട് സിനിമകൾ നമുക്ക് കാണാനിരിക്കാറുണ്ട്, പക്ഷെ അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് എല്ലാം സൂപ്പർ താരങ്ങളുടെ സിനിമയിൽ, അതായത് മെയിൻ സിനിമകളിലെല്ലാം സജീവ സാന്നിധ്യമായിട്ട് വന്നുകൊണ്ടിരുന്നായിരുന്നു നവാസിക. ഇപ്പൊ ചിലതൊക്കെ സംസാരിക്കുമ്പോൾ പുള്ളി കാരണം ലൊക്കേഷൻ ഷൂട്ട് മുടങ്ങരുത്, ഒരു മിനിറ്റ് പോലും മുടങ്ങരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും അത് കാരണം ഷൂട്ടിങ് മുടങ്ങരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഉണ്ടായി കാണണം. ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് അത് അർപ്പണബോധമാണ്. നവാസ്ക എന്ന് പറയുന്നത് കേവലം നാടൻ എന്നതിനേക്കാൾ ഒരു ഭയങ്കര ഒരു മാനുഷിക അല്ലെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്കൂടെ പുള്ളി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതാണ്. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു ലൊക്കേഷൻ ഇടുന്ന ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഒരു സെറ്റ് ഇടുന്നത്. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല, പറയുന്നത് കേട്ടല്ലാണ്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ പക്ഷെ പറയാതിരുന്നത് അതൊക്കെ കാരണം ഒരാൾ കാരണം അവർക്ക് നിർത്തി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇതിനെല്ലാം നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്കായാലും നമുക്ക് ആർക്കായാലും ദൈവം ഒരു വര വരച്ചതാണ്. ആർക്കപ്പുറത്ത് പോകാൻ ആർക്കും കഴിയില്ല. കാരണം ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒറ്റ പ്രശ്നം മരണം മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇല്ല, ഞങ്ങൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല. ഞാൻ അതിനുശേഷം 2-3 വട്ടം ഞാൻ കടകത്ത് അവിടെ പോയിരുന്നു. നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അവരുടെ ഫേസ് ചെയ്യാൻ മക്കൾ കാണുന്നതൊക്കെ നമുക്ക്, കാരണം എനിക്കുള്ള മക്കൾ നമ്മളെൻ്റെ മക്കൾ, കാരണം ആ മിസ്സിങ് നമുക്കത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. അതിനൊന്നും എന്താ പറയുക, ചെറിയ സിനിമകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രമോഷൻസിനാണ്. അപ്പോൾ പ്രമോഷൻ ആകുമ്പോഴാണ് ജനങ്ങളിൽ കൂടുതൽ എത്തുന്നത്. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എത്തുന്നത് പ്രമോഷൻ വഴിയാണ്. അപ്പോൾ ഈ സിനിമ റിലീസിന് മുമ്പ് അവർ വിചാരിച്ചൊരു പ്രമോഷൻസ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത്? ഇതൊരു കൊച്ചു സിനിമയാണ്. കാരണം പ്രമോഷൻ ചെയ്യാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമക്ക് ടെക്നിക്കലി ഈ സിനിമ പൂർത്തിയാവാൻ വേണ്ടി സെലീക ന്യായമായ കാശിന് വേണ്ടി നോക്കി ആ സിനിമക്ക് നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, പ്രമോഷൻ ചെയ്യുക എന്നുള്ളതൊരു ചെറിയ കാരണം. ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രമോഷൻ തന്നെയാണ്. ഇപ്പോൾ 50 ലക്ഷമൊക്കെ അതിന് വേണ്ടി മാറ്റി വയ്ക്കിട്ടുണ്ട്. കാരണം ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും അറിയിക്കുക എന്നുള്ളത്. കാരണം അത്ര ഒരു തുക ഇതിനകത്ത് മുടക്കി കഴിഞ്ഞാൽ ഇതൊന്നും റിട്ടേൺ കിട്ടുന്നില്ല. കാരണം അയക്കാൻ ചെയ്യാത്തതിൻ്റെ മാക്സിമം ഇതിനപ്പുറത്ത് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങളാണെങ്കിൽ ഈ സിനിമ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സിനിമ വന്ന കാര്യം നിങ്ങളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇപ്പൊ നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇപ്പോഴും ആളുകൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ച് സിനിമ കാണാൻ വേണ്ടി പല പ്ലാറ്റ്ഫോംസിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് കമന്റ്സ് ഒക്കെ വായിച്ചറിയാൻ പറ്റും. അപ്പോൾ അതിനുത്തരം ആ സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്ര നല്ലൊരു വിഷയമാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ടോട്ടലി അതിൻ്റെ ഒരു പാക്കിങ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തിയേറ്ററിലായ സമയത്തും നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. നല്ലൊരു ചിത്രം എന്നുള്ള ലെവലിൽ തന്നെയാണ്. അപ്പോൾ ആളുകൾ നമ്മൾ പറയുന്ന മറുപടി ശരിക്കും ആളുകൾ കമന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. സിനിമ തന്നെയാണ് അതിൻ്റെ ഉത്തരം.
അത് OTT പ്ലാറ്റ്ഫോമിൽ ബാധിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു പ്രൊമോഷൻ്റെ കാര്യം OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതൊരു ബാധിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, നിലവില് നമ്മള് പിന്നെ അതൊരു ബിസിനസ് പരിപാടിയെ പറ്റിയിട്ട് പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം സലീം ഖാനെ സംബന്ധിച്ച് സലീം ഖാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഓൾറെഡി എല്ലാവരും ടോട്ടലി ഡൗൺ ആയിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഇനി അതിനെ പറ്റിയിട്ട് നോക്കണ്ട, അത് എല്ലാവരും കാണട്ടെ. ഇപ്പൊ അതൊരു നമ്മളൊരു OTT പ്ലേ ചെയ്തിട്ട് അത് പൈസ കൊടുത്ത് കാണാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നോക്കേണ്ട സിറാജ് എന്നാണ് സലീം പറഞ്ഞത്. പുള്ളിനെ സംബന്ധിച്ച് പുള്ളി ഇതിനു വേണ്ടി അത്രയേറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് സലീം ഖാൻ. കാരണം നോർമലി ഒരു പ്രൊഡ്യൂസറും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നു. കാരണം ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ ഒരു പ്രൊഡ്യൂസറും ഇന്നേ വരെ മലയാള സിനിമയിൽ, മലയാളത്തിലല്ല ഒരു സിനിമയിൽ വരെ കൈവക്കാൻ സാധ്യതയില്ല. അല്ല, ഇതെന്താ സലീം ഖാനോട് ഇതിനോട് നന്ദിയും കടപ്പാടും എങ്ങനെ വാക്കുകളിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇരുത്തിക്കൊണ്ട് പറയണല്ല, ഇതിൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളത് മാക്സിമം ഈ സിനിമ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും അല്ലെങ്കിൽ അറിയാത്തവരിലേക്കും ഒന്ന് എത്തിക്കണം. കാരണം ഈ സിനിമ യൂട്യൂബിൽ കണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് സലീംഖാനുള്ളതാണ്. കാരണം അതാണ് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്ന ആപ്പാടുള്ള ബാക്കി കാര്യം. അപ്പോൾ ഒരു കൊച്ചു സിനിമയാണ്, അതൊക്കെ ചെയ്ത വലിയ മനസ്സിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വലിയ സപ്പോർട്ടാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് സലീംഖാനെന്നല്ല, ഞങ്ങളതുകൊണ്ട് പല നല്ല ഉദ്ദേശങ്ങളും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളത് സിനിമ മാക്സിമം എല്ലാവരും വന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ നിന്ന് രേഖപ്പെടുത്തുമ്പോഴൊക്കെയാണ് സിനിമ വിജയിക്കുന്നത്. പ്രൊഡ്യൂസർ